ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നോക്കാൻ പോകുന്നത് ജനുവരി 13 മുതൽ 15-ാം തീയതി വരെയുള്ള 3 ദിവസത്തെ പ്രധാന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സുകൾ ജനുവരി 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ജനുവരി 1 മുതലുള്ളത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ നവംബർ 20 മാസത്തിലെയും ഡിസംബർ മാസത്തിലെയും കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഓരോ ദിവസത്തെയും നോട്ട് ചെയ്ത് എഴുതി പഠിക്കുക. സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓരോന്നായിട്ട് നോക്കാം. ജനുവരി 13 മുതൽ 15 വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ആദ്യം നോക്കാം. ഒരു പുതിയ തുരങ്കപാതയാണ് സോനാമാർഗ്. കാശ്മീരിൽ വന്ന പുതിയൊരു തുരങ്കപാതയാണ് സോനാമാർഗ് എന്ന് പറയുന്നത്. ശ്രീനഗറിൽ നിന്ന് തന്ത്രപ്രധാനമായ ലേയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിർമ്മിച്ച ഒരു തുരങ്കപാതയാണ് സോനാമാർഗ്. ശ്രീനഗറിൽ നിന്ന് ലേയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിച്ച ഒരു തുരങ്കപാതയാണ് സോനാമാർഗ് എന്ന് പേരിട്ടിരിക്കുന്നത്. അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 8650 അടി ഉയരത്തിലും 12 കിലോമീറ്റർ നീളത്തിലുമാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത, ശ്രീനഗറിനും സോനാമാർഗിനും ഇടയിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഗതാഗത സംവിധാനം സാധ്യമാകും എന്നതാണ് ഈ ഒരു തുരങ്കത്തിൻ്റെ പ്രധാന പ്രത്യേകത. അതായത് ഈ മണ്ണിടിച്ചിലും ഈ മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, വഴികളൊക്കെ ഒരുപാട് അടയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ലഡാക്കിലേക്കൊക്കെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാനൊക്കെയാണ് ഈ ഒരു തുരങ്കത്തിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത്. അതായത് ഏത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഗതാഗത സംവിധാനം ഒരുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാശ്മീരിൽ നിലവിൽ വന്ന ഒരു തുരങ്കപാതയാണ് സോനാമാർഗ്. അതുപോലെ പുതിയൊരു പദ്ധതിയാണ് മിഷൻ മൗസം എന്ന് പറയുന്ന ഒരു ദൗത്യം. അതായത് കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനും നേരിടാനും രാജ്യത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണ് മിഷൻ മൗസം. ജനുവരി 14 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ 150-ാം സ്ഥാപക ദിനാഘോഷത്തിൽ വെച്ച് പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയാനും നേരിടാനും രാജ്യത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ദൗത്യമാണ് മിഷൻ മൗസം. അതായത് ഇതിനകത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി എന്ത് ചെയ്യുക, കാലാവസ്ഥാ നിരീക്ഷണം ശക്തമാക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചുള്ള ധാരണകളൊക്കെ മെച്ചപ്പെടുത്തുക. അതുപോലെ അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരമൊക്കെ അതിലൊക്കെ ഒരു ശ്രദ്ധ ഊന്നാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നൊരു ദൗത്യമാണ് ഈ പറഞ്ഞ മിഷൻ മൗസം എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ DRDO വികസിപ്പിച്ചെടുത്ത പുതിയ ഒരു തരം മിസൈലാണ് ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ നാഗ് MK2. DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 3ാം തലമുറ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ് നാഗ് MK2. അതിൻ്റെ പരീക്ഷണം അടുത്തിടെ നടന്നു, വിജയകരമായിരുന്നു. ഓക്കെ, അതുപോലെ ജനുവരി 15 ഒരു പ്രത്യേകത നോക്കാം. കരസേനാ ദിനം. നമ്മുടെ 77ാമത് കരസേനാ ദിനം ആഘോഷിക്കുന്നത് ജനുവരി 15-നാണ്. ജനുവരി 15-നായിരുന്നു 77ാമത് കരസേനാ ദിനം. അപ്പോൾ നമുക്ക് കരസേനാ മേധാവിയും കൂടെ പരിചയപ്പെടാം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നമ്മുടെ ഇപ്പോഴത്തെ കരസേനാ മേധാവി. പിന്നെ സംയുക്ത സേനാ മേധാവി മുമ്പ് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കരസേനാ മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേനാ ദിനമായി ആചരിക്കുന്നത് ജനുവരി 15. ഇനി അടുത്തൊരു ആപ്പാണ്. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുമായി കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഞ്ചാർ സാഥി ആപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തട്ടിപ്പ് ഫേക്ക് കോളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകളൊക്കെ ബ്ലോക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് കേന്ദ്ര ടെലികോം വകുപ്പ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സഞ്ചാർ സാഥി. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു പ്രസിഡന്റിനെ പരിചയപ്പെടാം. തർമൻ ഷൺമുഖരത്നം. സിംഗപ്പൂരിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് തർമൻ ഷൺമുഖരത്നം. അദ്ദേഹം അടുത്തിടെ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. 5 ദിവസ സന്ദർശനത്തിനായിട്ട് അദ്ദേഹം ഇന്ത്യയിലെത്തുകയുണ്ടായി. ഓക്കെ, അപ്പോൾ സിംഗപ്പൂർ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സന്ദർശനമാണ് ഇന്ത്യയിലേക്ക്. ഓക്കെ, അപ്പോൾ തർമൻ ഷൺമുഖരത്നം എവിടുത്തെ പ്രസിഡന്റാണ്? സിംഗപ്പൂരിലെ പ്രസിഡന്റാണ്. അതുപോലെ ക്രൊയേഷ്യയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സോൺ മിലനോവിച്ച്. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? സോൺ മിലനോവിച്ച്. അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് സോൺ മിലനോവിച്ച്. ഓക്കെ,
ഇനി ലോകത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് സസ്യാഹാരിയായ ഏക ചിലന്തിയാണ് ബംഗീര കിപ്ലിംഗി. ലോകത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ള സസ്യാഹാരിയായ ഏക ചിലന്തി ഏതാണ്? ബംഗീര കിപ്ലിംഗി. ബംഗീര കിപ്ലിംഗി എന്ന് പറയുന്ന സസ്യാഹാരിയായ ചിലന്തിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത അക്വേഷ്യ ചെടികളിലാണ് ഈ ചിലന്തി പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ ഏക സസ്യാഹാരിയായ ചിലന്തിയുടെ പേരാണിത് ബംഗീര കിപ്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഈ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 10 മുതൽ ഡിഗ്രി വരെയുള്ള മുഴുവൻ കോഴ്സിനും കൂടാതെ യൂണിഫോം പോസ്റ്റിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പരീക്ഷയ്ക്കായിട്ടുള്ള വിഷയങ്ങൾ, പിന്നെ അതേപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് പോലെയുള്ള ബികോം പരീക്ഷകൾക്കായിട്ടുള്ള ടോപ്പിക്കുകൾക്കും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമീപിക്കുക. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം പ്രധാനമായിട്ടും വീട്ടമ്മമാരെ പോലെയുള്ള കോച്ചിങ് സെൻറ്ററിൽ പോകാൻ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടി മാത്രം അറേഞ്ച് ചെയ്യുന്നതാണ്. നമ്മുടെ ഓരോ ബാച്ചിലും 25 പേർക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ. അതിൽ കൂടുതൽ നമ്മൾ എടുക്കാറില്ല. ലൈവ് ക്ലാസ്സാണ്. ക്ലാസ്സിൽ തന്നെ നോട്ട്സും ഒപ്പം മെൻറ്റർഷിപ്പ് സപ്പോർട്ടോടു കൂടിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നാൽ നടക്കത്തില്ല. അതുകൊണ്ട് 25 പേരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോ ബാച്ചുകളും മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.